പ്രിയപ്പെട്ടവരെല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു താരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് എവിടെയെന്ന് കരുതി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പടിഞ്ഞാറ നടയിൽ നിന്ന് നമ്മുടെ പഞ്ചാരമുക്കിലേക്ക് പോകുമ്പോൾ ഹോട്ടൽ അൽനമീൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു നല്ല നാടൻ സദ്യകളും നല്ല ബീഫും നല്ല പൊറോട്ട കിട്ടുന്ന ദമ്മ് ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളായിട്ട് ദമ്മ് ചായ കുടിക്കാനായിട്ട് വന്നു നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. അപ്പൊ ഇത് എന്താ സംഭവിച്ചാല് വെങ്കിടങ്ങ് പഞ്ചായത്തിലെ 111 നമ്പർ ബൂത്തിലെ ബിയിലായിരുന്ന മൊയ്സിൻ മാസ്റ്റർ ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അവരുടെ പ്രാദേശികമായിട്ടുള്ള പ്രൈം ന്യൂസ് ചാനലിലൊക്കെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഒരു വോട്ടറെ കാണാനില്ല, ഈ വോട്ടറെ കണ്ടു കിട്ടുന്നവര് ദയവ് ചെയ്ത് ഞങ്ങളെ വിളിച്ചറിയിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ഫൈസൽ സാഹിബ് ഇയാളെ തിരിച്ചറിയുകയും ഈ മൂസിൻ മാഷെ വിളിച്ച് അദ്ദേഹത്തെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂസിൻ മാഷ് ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പൊ നമുക്ക് മൂസിൻ മാഷിന് നമ്മുടെ മൈക്കൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടാ. മാഷ് ഇയാളെ തന്നെയല്ലേ തേടി പിടിച്ച് നടത്തിയിരുന്നത്? വലിയ സന്തോഷം തോന്നാണ് ഇപ്പോ സിദ്ദിഖാനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ. മുമ്പ് എൻ്റെ മുമ്പിലുള്ള ഒരു ബുക്കിലൊരു ഫോട്ടോ ആണ്, ഒപ്പം SIR ഫോമിലെ ഒരു ഫോട്ടോ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള സിദ്ദിഖ. അപ്പൊ നേരിട്ട് കണ്ടതിൽ വലിയ സന്തോഷം തോന്നുകയാണ് എനിക്ക്. തന്നെയല്ല, കഴിഞ്ഞ മാസം 4-ാം തീയതി, ഈ മാസം 4-ാം തീയതി ആരംഭിച്ച ഈ SIR തീവ്ര പരിശോധനയിൽ ആകെ കണ്ടെത്താതിരുന്നത് സിദ്ദിഖാനെ മാത്രമാണ്. 1144 ഫോമുകൾ, അതായത് 2288 ഫോമുകളാണ് ഞാൻ വിതരണം ചെയ്തത്. അതിൽ സിദ്ദിഖയുടെ ഫോം മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇയാൾ തേടി എൻ്റെ നാട്ടിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഞാൻ ഇതുപോലെ പ്രചരിപ്പിച്ചു നോക്കി, പക്ഷേ എവിടെ നിന്നും കിട്ടില്ല. അവസാനമാണ് എൻ്റെ സുഹൃത്ത് അഫ്സൽ, പ്രൈം ടിവിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, അവനെ കാണുകയും ഇങ്ങനെ ഒരാളെ എനിക്ക് കിട്ടണം, എൻ്റെ വോട്ടറാണ്, ഒപ്പം അദ്ദേഹത്തിന് SIR ഫോം പൂരിപ്പിച്ച് ഇന്ത്യയിലെ ഒരു വോട്ടറായി മാറണം എന്ന ഒരു ഉദ്ദേശം എനിക്കും, മാറ്റണമെന്ന ഉദ്ദേശം എനിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ തേടി പിടിച്ചേ തീരൂ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ പ്രൈം TV വരികയും ആ ഒരു ഇൻ്റർവ്യൂ പ്രൈം TVയിൽ കൊടുക്കുകയും ചെയ്തത്. അത് എന്തായാലും വളരെ നല്ല നേരത്തായി. പലരും വിളിച്ചു തന്നെ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഗുരുവായൂരിൽ എത്തണമെന്ന് പറഞ്ഞു. ഞാനിന്ന് ആ ഫോമുമായിട്ട് വന്നിരിക്കുകയാണ്. ആ ഫോം ഞാൻ സിദ്ദിഖാക്ക് കൈമാറുക എന്ന ഒരു വലിയ ബാധ്യത, എന്നിൽ അർപ്പിതമായൊരു കർത്തവ്യം 100% നിർവഹിക്കുക എന്നതാണ്. ഹോട്ടൽ അമീൻ എന്നതാണ് സിദ്ദിഖ നടത്തുന്ന ഹോട്ടലിൻ്റെ പേര്. അവിടെ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഞാൻ SIRൻ്റെ ഫോം അദ്ദേഹത്തെ കൊടുത്ത് ഇത് സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയാണ്. അപ്പൊ സിദ്ദിഖൊന്ന് വായോ. അപ്പൊ നമുക്കൊന്ന് അപ്പൊ സിദ്ദിഖക്ക് ഇത് ഓർമ്മ ഉണ്ടായില്ലേ, നിങ്ങൾക്ക് കിട്ടേണ്ട ഈ രേഖ ഇത്രയും ദിവസങ്ങളായിട്ട് എല്ലാവരും ഫില്ലപ്പ് ചെയ്ത് തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് എന്താ നിങ്ങൾ ആലോചിക്കാണ്ടിരിക്കുന്നത്? എന്താ പറ്റിയതപ്പോ? ശ്രദ്ധിച്ചില്ല? വളരെയധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഹോട്ടലിൽ കൊണ്ട് നടക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് മനസ്സിൽ വന്നില്ല, വളരെ ദീർഘിച്ചു പോയി എന്നുള്ളത് മാഷയുടെ വിളി കേട്ടപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് മാഷെ കണ്ടെത്താനും അത് വലിയ സന്തോഷമുണ്ട്, എനിക്ക് തരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത് സിദ്ദിഖ തന്നെ അല്ലേ? അതെ, ഉറപ്പാണ്. ഇതും സിദ്ദിഖ തന്നെയാണ് അല്ലേ? അപ്പൊ ഞാനിവിടെ തന്നു എന്ന് മാർക്ക് ചെയ്യാണ്. ഒപ്പം സിദ്ദിഖാനത് സന്തോഷപൂർവ്വം ഏൽപ്പിക്കുകയാണ്. ഇത് പൂരിപ്പിച്ച് ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു നൽകണം. ഇന്ത്യയിലൊരു വോട്ടറായി മാറണം. മറ്റു ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ആദ്യമായി നമ്മൾ ഇന്ത്യയിലെ ഒരു വോട്ടറായി മാറുന്ന ഒരു തീവ്ര പരിഷ്കരണമാണ് നടപ്പിലാക്കുന്നത്. ഒരാൾ പോലും ഈ പ്രക്രിയയിൽ നിന്ന് വിട്ടു നിൽക്കരുത് എന്നൊരു ദൗത്യം കൂടെ സിദ്ദിഖ ഏറ്റെടുക്കണം. ഇത് സ്വീകരിച്ച് ഇത് പൂരിപ്പിച്ച് എനിക്ക് തന്നെ തിരിച്ചു നൽകണം. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും കാണാം. ഇതുവഴി പോകുമ്പോൾ മിക്കവാറും ഞാനിവിടെ കയറും. നല്ല ദമ്മ് ചായയും പൊറോട്ട ഒക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ കണ്ടതിൽ വലിയ സന്തോഷം.
ദൈവാനുഗ്രഹവും അള്ളാഹുവിൻ്റെ കൃപയും ഒക്കെ ഉണ്ടാവട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രത്യേക നന്ദി പറയുകയാണ്. ഒപ്പം പ്രൈം TV എന്ന് പറയുന്ന ഒരു പ്രാദേശിക ചാനലാണ് ഇതിന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ പ്രൈം TVയോടും അതിലെ റിപ്പോർട്ടർ അഫ്സൽ പാടൂരിനോടും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ, നമുക്ക് ഇതിൽ നിന്ന് രണ്ട് മാതൃകയുണ്ട്. ഈ രണ്ടുപേർ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഇതില് ഒരാൾ പറയുന്നത് എന്നെ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം പരിപൂർണമായും എനിക്ക് നിറവേറ്റേണ്ടതുണ്ട്. എന്റെ അശ്രദ്ധ മൂലം ഒരു വോട്ടർ പോലും ഈ വോട്ടർ ലിസ്റ്റിന് പുറത്താകാൻ പാടില്ല എന്നുള്ള മൂസിൻ മാഷയുടെ ആ ഒരു ദൃഢമായ ആ ഒരു വികാരമുണ്ടല്ലോ, അതാണ് ഇതിൽ നമ്മൾ കാണുന്നത്. പല BLOമാരും പല സ്ഥലങ്ങളിലെ 2 ഫോം കൊടുക്കുന്നതിന് പകരം ഒരു ഫോം കൊടുത്തിട്ട് ഒരു ഫോം ഞാൻ വെച്ചോളാം എന്ന് പറയുന്നതും, പിന്നെ ഫോം കൊടുക്കാണ്ടിരിക്കുകയും വിളിച്ചു ചോദിച്ചാൽ ഞാൻ അവിടെയാണ് ഇവിടെയെന്ന് പറയുന്ന BLOമാരുള്ള കാലത്ത് ഈ മൂസിൻ മാഷൻ പാടൂരുകാരുടെ ഒരു അഹങ്കാരമാണെന്ന് എനിക്ക് പറയാറുള്ളൂ. ഇത്തരം അധ്യാപകർ പഠിക്കുന്ന കുട്ടികളെ നാളത്തെ ഭാവി താരങ്ങളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നമ്മുടെ സിദ്ദിഖ കാണിച്ച നിരുത്തരവാദിത്തമായ ഒരു കാര്യം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങള് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മാഷി പ്രൈം TVയിലൂടെ പ്രാദേശികമായ ചാനലായ പ്രൈം TVയിലൂടെ ഇതിനെ ഒരു വാർത്തയെ പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് പോലും ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അശ്രദ്ധ മൂലം ഒരു വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടാകുമായിരുന്നു. എന്നിരുന്നാലും എല്ലാവരുടെ ഇടപെടൽ മൂലം ഇദ്ദേഹം വോട്ടർ ലിസ്റ്റിൽ കയറി കൂടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ പുന്നക്കാർ ഉൾപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവരും ഏറെ സന്തോഷമാണ്. മാഷ്ക്കും സിദ്ദിഖാക്കും ജഗദീശ്വരൻ ദീർഘായുസ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.